മലപ്പുറത്ത് വിദ്യാർത്ഥികളുടെ ഉച്ചഭക്ഷണത്തിനുള്ള അരി കടത്തിയ സംഭവത്തിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. രാത്രിയുടെ മറവിലെ അരിക്കടത്ത് ദൃശ്യങ്ങൾ സഹിതം റിപ്പോർട്ടർ വാർത്ത നൽകിയതിന് പിന്നാലെയാണ് മന്ത്രിയുടെ പ്രതികരണം. വിവിധ വകുപ്പുകളുടെ സംയുക്ത പരിശോധനകളും മൊറയൂർ VHM ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിക്കുകയാണ്. ക്രമക്കേട് കണ്ടെത്തിയ സാഹചര്യത്തിൽ കേസെടുത്ത് അന്വേഷിക്കാനാണ് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ തീരുമാനം. റിപ്പോർട്ടർ ബിഗ് ഇംപാക്ട്. വിദ്യാർത്ഥികൾക്ക് സർക്കാർ നൽകിയ ഉച്ചക്കഞ്ഞിയിലാണ് രാത്രിയുടെ മറവിൽ ഈ കൈയിട്ടുമാറൽ. സംഭവത്തിൽ സ്റ്റോക്ക് എടുത്ത് കണക്ക് നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയും പ്രതികരിച്ചു. നമ്മുടെ സാധാരണഗതിയിൽ നമ്മുടെ PT ഒക്കെ ആണല്ലോ ഇത് നടത്തുന്നത്. കുട്ടികളുടെ ആഹാരവും കാര്യങ്ങളും PT ആണല്ലോ ഉച്ചഭക്ഷണം. പ്രഭാത ഭക്ഷണം തന്നെ ചില PTക്കാർ അവർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഗവൺമെന്റ് പറയാതെ തന്നെ ചെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഗൗരവമായിട്ട് തന്നെ എടുക്കാം, പരിശോധിച്ചിട്ട് ഇത് എന്താണെന്ന് നോക്കാം. പ്രാഥമിക പരിശോധനയിൽ ക്രമക്കേടുണ്ടെന്ന് ബോധ്യപ്പെട്ടതിനാൽ കേസെടുത്ത് അന്വേഷിക്കാനാണ് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ തീരുമാനം. മലപ്പുറം DDയോട് ഭക്ഷ്യ കമ്മീഷൻ അംഗം വി രമേശൻ റിപ്പോർട്ട് തേടി. സാമ്പത്തിക നഷ്ടം തിരിച്ചുപിടിക്കാനാണ് ധനകാര്യ വകുപ്പ് ഒരുങ്ങുന്നത്. സെക്രട്ടേറിയറ്റ് ധനകാര്യ പരിശോധന വിഭാഗവും മലപ്പുറം ജില്ലാ ധനകാര്യ സ്ക്വാഡും സംയുക്തമായാണ് സ്കൂളിലെത്തി പരിശോധന നടത്തിയത്. നഷ്ടം കണക്കാക്കി മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ധനകാര്യ വകുപ്പിന്റെ നീക്കം. മലപ്പുറം വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറും നോൺ ഫീഡിംഗ് സൂപ്പർവൈസറും സ്കൂളിലെത്തി പരിശോധന നടത്തി. AEOയുടെ നേതൃത്വത്തിൽ ഇന്നും സ്കൂളിൽ പരിശോധന തുടരുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുവൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ. ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.